ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സമീപകാലത്ത് വളരെ ദയനീയമായ പ്രകടനമാണ് ഇന്ത്യയുടെ ഫുട്ബോൾ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരിശീലകനായ മനോളോ മാർക്കസ് രാജിവെച്ചിട്ടുള്ളതും. അത് തനിക്ക് പറ്റിയ പണിയല്ല എന്നായിരുന്നു മാർക്കസ് പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ പുതിയ പരിശീലകന് വേണ്ടിയുള്ള അന്വേഷണങ്ങളിലാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകൾ മാർക്കസ് മർഗുലാവോ അതുപോലെ തന്നെ കേൽനൗ എന്നിവരൊക്കെ നൽകിയിട്ടുണ്ട്. അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ആകെ 170 പരിശീലകരായിരുന്നു ഈ സ്ഥാനത്തിന് വേണ്ടി അപേക്ഷിച്ചിരുന്നത്. ലിവർപൂൾ ലെജൻഡായ റോബി ഫൗളർ, ഹാരി കെവിൽ, സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ, അന്റോണിയോ ഹബാസ്, സെർജിയോ ലൊബേറ, ഖാലിദ് ജമീൽ, സഞ്ജയ് സെൻ എന്നിവരൊക്കെ ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിച്ചിരുന്നു. ഇതിൽ നിന്നും അവസാനത്തെ 3 പേരെ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ ഇന്ത്യയെ പരിശീലിപ്പിച്ചിട്ടുള്ള സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ, അതുപോലെ തന്നെ ഇന്ത്യൻ പരിശീലകനായ ഖാലിദ് ജമീൽ, അതുപോലെ തന്നെ സ്റ്റെഫാൻ ടർക്കോവിച്ച് എന്നിവരാണ് അവസാനത്തെ 3-ൽ ഇടം നേടിയിട്ടുള്ളത്. സ്ലോവാക്യ, കിർഗിസ്ഥാൻ എന്നിവരെയൊക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു പരിശീലകനാണ് ടർക്കോവിച്ച്. ഇവരിൽ നിന്ന് ഒരാളായിരിക്കും ഇന്ത്യയുടെ പരിശീലകനായി കൊണ്ട് ചുമതലയേൽക്കുക. ഇന്ത്യൻ ദേശീയ ടീമിന്റെ ഡയറക്ടറായ സുബ്രത പോൾ ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എക്സിക്യൂട്ടീവ് കമ്മിറ്റി 3 പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പരിശീലകരുടെ കഴിവുകളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ഈ 3 പരിശീലകർക്കും ഉണ്ട്. ഇതാണ് സുബ്രത പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കോൺസ്റ്റന്റൈൻ, ഖാലിദ് ജമീൽ, അതുപോലെ തന്നെ ടർക്കോവിച്ച് എന്നീ 3 പരിശീലകരിൽ ഒരാളായിരിക്കും ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുക. ആരായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.